നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ദക്ഷചരിതമെന്ന 23-ാമത്തെ ദശകത്തിലെ 7-ാമത്തെ ശ്ലോകം. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. തസ്മൈ മൃണാളധവളേന സഹസ്രശീഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവന്നചിരതോ നുധുവിപ്രസന്നോ ദത്വാത്മതത്വം അനുഗൃഹ്യതിരോ ദദാധ. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. തസ്മൈ മൃണാളധവളേന സഹസ്രശീഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവൻ അചിരതഃ നുദിഭിഃ പ്രസന്നഃ ദത്വാ ആത്മതത്വം അനുഗൃഹ്യ തിരോദദാധ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. മൃണാളധവളേന സഹസ്രശീഷ്ണ ബദ്ധനുതി സിദ്ധഗണാവൃതേന രൂപേണ അചിരതഃ പ്രാദുർഭവൻ നുദിഭിഃ പ്രസന്നഃ ആത്മതത്വം ദത്വാ അനുഗൃഹ്യ തിരോദദാധ. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ഭഗവാൻ താമര വളയം പോലെ വെളുത്തതും സഹസ്ര ശിരസ്സുകളുള്ളതും സ്തുത്യർത്ഥം സ്തോത്രം മുഴക്കുന്ന ഋഷിമാരാൽ സിദ്ധന്മാരാൽ ചുറ്റപ്പെട്ടതുമായ ശരീരത്തോടുകൂടി ഉടൻ പ്രത്യക്ഷനാവുകയും സ്തോത്രങ്ങളാൽ സന്തുഷ്ടചിത്തനായി ചിത്രകേതു രാജാവിന് ആത്മതത്വം ഉപദേശിച്ചു കൊടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിന് ശേഷം അവിടെ നിന്നും അപ്രത്യക്ഷനായി എന്ന് ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.